ഹലോ ഫ്രണ്ട്സ്, നയൻ താനേശ്വർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫിസ്റ്റ് സ്കിന് ലഭിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഗണ്ണിന്റെ സ്കിന് ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. നയൻ താനേശ്വറിൽ ഒരു ഫ്രീ എമൗണ്ട്, ഒരു ഫ്രീ ബണ്ടല്, ഓർഗനിക്കാറില്ല അതിന്റെ സ്കിന്ന്, രാരിന്റെ സ്കിന്ന് കേസ്, അതുപോലെ ഫ്രീ മാജിക് തുടങ്ങി നമുക്ക് ഒട്ടനേകം ഒരുപാട് ഫ്രീ റിവാർഡ്സ് ആണ് അപ്പൊ നമുക്ക് നയൻ താനേശ്വർ ലഭിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം എങ്ങനെ കിട്ടാൻ പോകുന്നത് നോക്കാം. ഇതിന്റെ എല്ലാം കൂടെ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തതായി നെക്സ്റ്റ് വരാൻ പോകുന്ന ഈവന്റ് എല്ലാം പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ഫ്രണ്ട്സ്. അതുകൊണ്ട് പറയുന്നത് വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗൈസ്. അപ്പൊ ആരും സബ് ചെയ്യുന്നില്ല. അവിടെ നോക്കിയേ, ഒരു മാസം സബ് ചെയ്തേക്കുന്നവർ 696 പ്ലേയേഴ്സ് ആണ്. അപ്പൊ എത്ര മാസം പിടിക്കും ഗൈസ് അപ്പൊ നമുക്ക് 1 ലക്ഷം സബ് അടിക്കാനായിട്ട്? കണ്ടില്ലേ, 14,000 പ്ലേയേഴ്സ് വീഡിയോ കാണുന്നുണ്ട് ഗൈസ്. ബട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. 1000 പേര് കണ്ടിട്ട് വെറും 66 പ്ലേയേഴ്സ് ആണ് ഗൈസ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണേ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സബ് ചെയ്യത്തില്ല. മാസം 600 പ്ലേയേഴ്സ് സബ് ചെയ്താൽ ഏകദേശം 10 മാസം പിടിക്കും കേസ് 6000 പേര് സബ് ചെയ്യാൻ. അപ്പൊ ആലോചിച്ച് കേസ് അപ്പൊ എത്ര മാസം പിടിക്കും നമ്മളൊരു 1 ലക്ഷം സബ് അടിക്കാൻ? എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കല്ല. ഫ്രീ ഫയർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. OB54 അപ്ഡേറ്റ് 24 വരുന്ന അപ്ഡേറ്റിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ആയ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നികിത, മാറോ, പിന്നെ നേറോ, ഇതിന്റെയൊക്കെ നമുക്ക് പവർ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോണോ, ഒലീവിയ, ഓസ്കാർ ഇല്ല കേസ്, ഇതിന്റെ പവർ കൂട്ടുന്നുണ്ട്. ഇതിന്റെ സ്കില്ല് എത്രയാണ് കുറയ്ക്കുന്നത് അറിയില്ല കേസ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് ഇതിന്റെയൊക്കെ നമുക്ക് കുറച്ച് സ്കില്ല് കുറവായിരിക്കും. ഇപ്പൊ ഗണ്ണുകൾക്കും അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ വെന്റിംഗ് മെഷീന്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ MP40 ഓഗ് ലെവൽ 3 അതുപോലെ തന്നെ നമ്മൾ മാക്സ് 7 കിട്ടുന്നുണ്ട്. അതുപോലെ ആർസറിൽ നമുക്ക് ഇപ്പൊ MP40 ഉണ്ട്, അതുപോലെ M590 M8B പാരാഫെല്ല കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല CS പാരാഫെല്ല M590 ഇതിന്റെ പ്രൈസ് കൂട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ വുഡ്പെക്കർ M8 ഇതിന്റെ പ്രൈസ് കുറയ്ക്കും. നമ്മുടെ MP40 പാരാഫെല്ല M8B ഇല്ലേ, ഇത് ഗോൾഡൻ ടയർ ആക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ കാണാൻ പറ്റുന്നില്ല, ഇതുപോലെ ആക്കുന്നുണ്ട്. നമുക്ക് അടുത്ത അപ്ഡേറ്റ് കഴിയാൻ നേരത്തെ കണ്ണുകളെല്ലാം ഒരുപാട് പ്ലേസ് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു ബ്രോ ഡിഷർട്ടുകളെ കുറിച്ചിട്ട്. അതേ ഫ്രണ്ട്സ്, അതായത് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് കഴിയാൻ നേരത്ത് നമുക്ക് മിക്കവാറും നമ്മൾ മാപ്പിൽ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടാവുന്ന ഡിഷർട്ടുകളാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സിന് സ്കില്ലുണ്ട് വൺ ടാപ്പ് ഹെഡ്ഷോട്ട് അടിക്കാനായിട്ട് ഈ ഒരു ഡെസേർട്ടുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ഉപകാരപ്പെടും. അതായത് ഇറങ്ങുമ്പോൾ തന്നെ കയ്യിൽ ഈ ഒരു ഡെസേർട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ നമുക്കിനി നമ്മുടെ ഗെയിമിലോട്ട് അടുത്തതായി അതായത് നെക്സ്റ്റ് വരാൻ പോകുന്ന ഈവന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ടൂണേറ്റ് അപ്ഡേറ്റ് 19-ാം തീയതി വരാൻ പോകുന്ന ഒരു ഈവന്റ് ആണ്. അപ്പോൾ ഇവിടെ AKന്റെ ഒരു റിംഗ് ഇവന്റ് ആണ് കേസ്. ഇവിടെ AK കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് VSSന്റെ ഒരു എന്താ പറയാ സ്വീറ്റ്, പിന്നെ യൂണിക്കോണിന്റെ മറ്റൊരു ഗണ്ണുണ്ട്, VSSന്റെ മറ്റൊരു ഗണ്ണ് ഫിയറി ബാറ്റിൽ, AK-47 യൂണിക്കോൺ ഒരു ഗണ്ണ്. അപ്പൊ ഇതിന് ഡബിൾ ഡാമേജ് ഒക്കെ ഉണ്ട്. 20 ആകുമ്പോഴേക്കും ഒരു ഫെയർ ഡെവിൽ ഫിസ്റ്റ്, അതുപോലെ തന്നെ വാൾഡോയിലാണ് കേസ് 23 ആകുമ്പോഴേക്കും വരുന്നുണ്ടായിരിക്കുന്നത് പറയുന്നുണ്ട്. നമുക്ക് ഫ്രീ ഫിസ്റ്റ് സ്കിന്ന് കിട്ടുന്നുണ്ടോ നമുക്ക് ശരിയാണോ നോക്കാം. അതുപോലെ തന്നെ 9 ടൈംസ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് എന്തൊക്കെയാണ് എല്ലാം പറയുന്നുണ്ട് നോക്കാം. ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീല് വരുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫിസ്റ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ എന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് ചിന്തിച്ചേക്കാം. 1 തീയതി എന്തോ ഒരു മിഷൻ വരുന്നുണ്ടെന്നും അതുപോലെ തന്നെ എത്രയാ 1 മണിക്കൂറൊക്കെ ഗെയിം കളിക്കാൻ നേരത്ത് എത്രയാ 23K ഡാമേജ് കൊടുക്കുമ്പോൾ ഫിസ്റ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ്. അപ്പൊ അവിടെ റീലൊക്കെ വന്നിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ യൂട്യൂബിലൊക്കെ പറയുന്നത്. ആ റീലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേസ്. അപ്പൊ ഇതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒരുപാട് ഹിന്ദി വോയിസ് ഒക്കെ കൊടുത്തിട്ടാണ് കേസ് അപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്കിത് 21-ാം തീയതി വരെയെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കേസ്. അപ്പൊ ഇത് അങ്ങനെ വരികയാണെങ്കിൽ വല്ല ഡാറ്റാ ബേസൊക്കെ പറഞ്ഞ് ലീക്ക് ആയിരിക്കാം. അപ്പൊ നമുക്ക് 9 ടണേഴ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫിസ്റ്റ് സ്കിന്ന് കിട്ടുവാണെങ്കിൽ പൊളിക്കും. ഹിന്ദി യൂട്യൂബേഴ്സ് തന്നെ ഇത് പറയുന്നുണ്ട്, ഇത് ഫേക്കാന്ന് പറയുന്നുണ്ട് കേസ്. ഇപ്പൊ ഈ ഒരു റീലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. ഇനിയിപ്പോ 9 ടണേഴ്സ് അല്ലേ, അപ്പൊ നമുക്ക് വെറുതെ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അതുപോലെ ഫേസ് കാണിച്ചിട്ട് ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് 21-ാം തീയതി ഫ്രീ ആയിട്ട് ഫിസ്റ്റ് സ്കിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അതായത് ഇവിടുത്തെ ഡാറ്റാ മൈനേഴ്സ് ഒക്കെ പറയുന്ന പോലെ ലീക്കൊക്കെ ആയിരിക്കാം ഈ ഫിസ്റ്റ് സ്കിന്ന് കിട്ടാൻ പോകുന്ന ഈവന്റിനൊക്കെ ഉള്ള കാര്യം. ഞാൻ ഈ ഫിസ്റ്റ് സ്കിന്നെ കുറിച്ച് പറയാൻ കാരണം ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു കേസ്, ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ടു. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ ഞാൻ എന്താ പറയാ അതിനെ കുറിച്ച് കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്താ പറയാ ഞാനിപ്പോ വരുന്നപ്പോ 100% ഉറപ്പൊന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇതൊക്കെ ഫേക്കാന്നും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് 21-ാം തീയതി അറിയാൻ പറ്റും. എന്ന് ചോദിച്ചാൽ ബ്രോ അപ്പൊ ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന റിവാർഡ്സ് അപ്പൊ എന്തൊക്കെയാ ബ്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 9 ടണേഴ്സിൽ നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് 24-ാം തീയതി തന്നെ നമുക്ക് ഒരു ബാൻഡ് ഗെയിമിലേക്ക് വരുന്നുണ്ട് ഗൈസ്. അതായത് നമ്മുടെ 9 ടണേഴ്സിൽ അത് സംബന്ധിച്ച ഒരു ബാൻഡാണ് ഹാപ്പി 9 ടണേഴ്സ്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഈ പാരാഫിലിന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് 9 ടണേഴ്സ് ഒരു മൈൽ സ്റ്റോൺ വരുന്നുണ്ട് ഗൈസ്. അത് കംപ്ലീറ്റ് ആക്കാൻ നേരത്താണ് നമുക്ക് ഈ കാണുന്ന ഒരു പാരാഫിലിന്റെ സ്കിന്ന് കിട്ടുന്നത്. നല്ല
നല്ല റിവാർഡാണ് ഗൈസ്. വെറുതെ കിട്ടുന്ന റിവാർഡായിരിക്കും. നല്ല കാണാനൊക്കെ കൊള്ളാം. നല്ല അനിമേഷനും നല്ല അടിപൊളി നല്ലൊരു ഗണ്ണാണ്. അപ്പൊ എങ്ങനെയാ അപ്പൊ ഇത് കംപ്ലീറ്റ് ആക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പൊ എല്ലാ ഇവന്റും പല മിഷനും ടാസ്ക് വരാറുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പോയി വെറുതെ കളിച്ചാൽ മതിയാവും. അപ്പൊ നമുക്ക് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് റിവാർഡ് ക്ലെയിം ചെയ്യാം. പിന്നെ അടുത്ത റിവാർഡാണ് ഈ ബണ്ടിൽ ഗ്രാൻഡ് പ്രൈസ് ആണ് കിട്ടുന്നത്. നല്ലൊരു വെർത്തായിട്ടുള്ള മെയിൽ ബണ്ടിലാണ് ഫ്രണ്ട്സ്. ഇവിടെ നോക്കിയേ, മിക്ക വഴിയിൽ നമുക്ക് ഫീമെയിൽ ബണ്ടിലാണ് കിട്ടുന്നത്. ബട്ട് ഇതാണെങ്കിൽ നല്ല മാസമായിട്ടുള്ള ഒരു മെയിൽ ബണ്ടിൽ. ആനിവേഴ്സറിയുടെ പാർട്ടി ലോബി വരും. അപ്പൊ നമുക്ക് ഇവിടെ 5 റിവാർഡ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതുപോലെ ഗെയിമൊക്കെ കളിച്ച് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ 5ാമത്തെ റിവാർഡായിട്ട് കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വോയിസ് പാക്ക്. പിന്നെ 3ാമത്തെ റിവാർഡാണെങ്കിൽ മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗ്രാനേഡ് സ്കിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാണുന്ന അനിമേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ 4ാമത്തെ റിവാർഡാണ് ലംബോർഗിനി കാറിന്റെ സ്കിന്ന്. ഇത് കൊള്ളാം, പൊളിയാണ് ഗൈസ്. നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. വെർത്തായിട്ടുള്ള വളരെ പൊളിയായിട്ടുള്ള ഒരു കാറിന്റെ സ്കിന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 5ാമത്തെ റിവാർഡായിട്ട് കിട്ടുന്നത് ഈ ഒരു ബണ്ടില്. അപ്പൊ ഇത് നല്ല ബണ്ടിലാണല്ലോ. നമ്മൾ മറ്റൊരു ഇവന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കൈയും കാലും തലയൊക്കെ വലുതാവുന്ന രീതിയിൽ ചെറിയ മെഷീനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കുറച്ച് നേരത്തേക്ക് കിട്ടുന്നത് ഇതൊക്കെ. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഈവൻ്റൊക്കെ വരും. ചെറിയ ഈവൻ്റുകളൊക്കെ 100% ഉറപ്പാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് കിട്ടും. അതുപോലെ നമുക്ക് ഈ റിമോട്ട് ആണെങ്കിൽ നമുക്ക് 9th ആനിവേഴ്സറിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമോട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാണുന്ന ഇമോട്ട് സെലിബ്രേഷൻ ഡാൻസ് ഇമോട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഈവൻ്റിലൂടെ കിട്ടുന്ന റിവാർഡാണ്. പിന്നീട് ഒരു സ്കൈറ്റിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് ഗൈസ്. ഇത് നല്ല ലെജൻഡാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ലഭിക്കുമായിരിക്കും. കാരണം 9th ആനിവേഴ്സറി ആയതുകൊണ്ട് നല്ല റിവാർഡ് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു സ്കൈ ഡൈവിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊള്ളാം. പിന്നെ ഒരു ഗ്ലോ ആളുടെ സ്കിന്ന് നല്ല ലെജൻഡൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് അറിയില്ല. പിന്നെ ഈ കാണുന്ന പാരാഫലിന്റെ സ്കിന്നില്ലേ, പാരാഫലല്ല പാരഷൂട്ട്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പാരഷൂട്ടാണ്. പിന്നെ വോയിസ് പാക്ക്, പിന്നെ ബാനർ അവതാറ്, പിന്നെ ഈ ഗോൾഡ് റോൾ വൗച്ചർ. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ ഗെയിമിലോട്ടാണെങ്കിൽ നമുക്ക് ഗോൾഡ് റോൾ വന്നേക്കാം. നല്ല മാസമായിട്ടുള്ളത് സ്പെഷ്യൽ ഗോൾഡ് റോളൊക്കെ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കാം. ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന റിവാർഡ്സ്. അപ്പോൾ ഇനി ഫിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിയൽ ആയിട്ട് വരികയാണെങ്കിൽ നല്ല കാര്യം. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അങ്ങനെ വരട്ടെ എന്നപ്പോൾ എനിക്ക് പറയാനുള്ളൂ. നല്ല കാര്യം. ഇനിയിപ്പോൾ അഥവാ അവർ വ്യൂസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്. അതായത് എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ള റിയാലിറ്റിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. സോ ഫ്രണ്ട്സ്, നമ്മൾ വലിയ അഭിപ്രായം നിർദ്ദേശം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും സൈനിങ് ഓഫ്.